ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം. അബ്രഹാം പിതാവിനെ ദൈവം പരീക്ഷിച്ചു. അബ്രഹാം പിതാവിനോട് ദൈവം പറഞ്ഞു, എൻ്റെ ഏകമകനെ മോറിയ മലയിൽ ചെന്ന് ബലിയർപ്പിക്കുവാൻ പറയുവാനിടയായിത്തീരുന്നു. ദൈവം പറഞ്ഞ വാക്കുകൾ അപ്പാടെ അവൻ അനുസരിക്കുവാനിടയായിത്തീരുന്നു. അതികാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു, വിറക് കീറി മകനെയും ബാല്യക്കാരെയും കൂട്ടിക്കൊണ്ട് മോറിയ മലയിലേക്ക് ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു. അവിടെ ചെന്നെത്തിയപ്പോൾ ബാല്യക്കാരോട് താഴ്വരയിൽ നിർത്തിയിട്ട് പറഞ്ഞു, ഞങ്ങൾ ആരാധന കഴിച്ചിട്ട് മടങ്ങി വരുവാൻ പറയുവാനിടയായിത്തീരുന്നു. ഇസ്ഹാക്കിനെ തോളിൽ എടുത്തു വെച്ച് വിറകും തീയെടുത്ത് നടന്നു പോകുമ്പോൾ മകൻ ചോദിക്കുന്നു, അപ്പാ വിറകുണ്ട്, തീയുണ്ട്, യാഗത്തിനുള്ള ആട്ടുകുട്ടൻ എവിടെയും ചോദിച്ചപ്പോൾ അവിടെ പറയുന്നുണ്ട്, ദൈവം കരുതിക്കോളും. കാരണം അബ്രഹാം പിതാവിന് ഒരു വിശ്വാസം, ഒരു ഉറപ്പും ആ ഒരു ബോധ്യം ഉണ്ടായി, ദൈവം കരുതിക്കോളും ഒരു പ്രത്യാശ ഉണ്ടായിരുന്നു. അവിടെ ചെന്നെത്തി വിറക് അടുക്കി വെച്ചു, അതിനുമേൽ മകനെ കിടത്തി കത്തിയെടുത്ത് അറുക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ അബ്രഹാമെ പാളന്മേൽ കൈവയ്ക്കരുത്, അവനെ ഒന്നും ചെയ്യരുതെന്ന് പറയുവാനിടയിൽ ഏക മകനെ ബലിയർപ്പിക്കാൻ മടി കാണിക്കായി കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നുകൊണ്ടും നിൻ്റെ പിന്നാപ്പുറത്ത് ഒരു ആട്ടുകുട്ടൻ കുടുങ്ങിക്കിടപ്പുണ്ട്, അതെടുത്ത് ബലിയർപ്പിക്കാൻ പറയാനിടയായിട്ടെന്ന്. പ്രിയരെ, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർ ദൈവം കരുതിക്കോളും. ആമേൻ.